സ്നേഹമുള്ളവരെ, ജൂലൈ 3-ാം തീയതി നമ്മൾ വിശുദ്ധ തോമാസ് സ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അന്നേ ദിവസം നമ്മുടെ ഇടവകളിലും കാറ്റീസിൻ ക്ലാസ്സുകളിലും എല്ലാം നടത്താൻ പറ്റിയ 83 ചോദ്യങ്ങളടങ്ങുന്ന സെൻറ് തോമസ് ക്യുസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 1. തോമസ് സ്ലീഹായെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരളത്തിലെ സാഹിത്യ ഉറവിടങ്ങൾ. ഉത്തരം: തോമാ പർവം, മാർഗം കളിപ്പാട്ട്, വീരടിയാൻ പാട്ട്. 2. മാർത്തോമാ സ്ലീഹ കേരളത്തിൽ സ്ഥാപിച്ച സഭാ സമൂഹങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം: 7 പള്ളികൾ. 3. പാരമ്പര്യ വിശ്വാസമനുസരിച്ച് തോമാസ് സ്ലീഹ കേരളത്തിൽ സ്ഥാപിച്ച പള്ളികൾ ഏവ? ഉത്തരം: കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ. 4. കോട്ടക്കാവ് ദേവാലയം തോമാസ് സ്ലീഹ സ്ഥാപിച്ചതാണെന്ന് 16-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്ത്യൻ മിഷണറി. ഉത്തരം: ക്യൂട്ടോ. 5. തോമാസ് സ്ലീഹായുടെ നാമത്തിലുള്ള എക്യുമെനിക്കൽ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം: നിലയ്ക്കൽ. 6. മൈലാപ്പൂരിനെ വിളിച്ചിരുന്ന മറ്റൊരു പേര്. ഉത്തരം: ബേത്ത് തോമ. 7. മൈലാപ്പൂരിലെ തോമാസ് സ്ലീഹായുടെ കബറിടത്തിങ്കൽ ക്രൈസ്തവരും മുഹമ്മദീയരും ആദരവ് അർപ്പിക്കുന്നതായി രേഖപ്പെടുത്തിയ പ്രശസ്ത സഞ്ചാരി. ഉത്തരം: മാർക്കോ പോളോ. 8. തോമാസ് സ്ലീഹായുടെ ശവകുടീരം 1350 സന്ദർശിച്ച് പ്രാർത്ഥിച്ച മാർപ്പാപ്പയുടെ പ്രതിനിധി. ഉത്തരം: ജോൺ മരിഞ്ഞോളി. 9. റംബാൻ പാട്ട് രചിച്ചത് ആര്? ഉത്തരം: നിരണത്ത് മാളിയേക്കൽ തോമ. 10. തോമാസ് സ്ലീഹായുടെ അപരനാമം. ഉത്തരം: ദിദിമോസ്. 11. ദിദിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഉത്തരം: ഇരട്ട പിറന്നവൻ. 12. പാരമ്പര്യ വിശ്വാസമനുസരിച്ച് തോമാസ് സ്ലീഹ കേരളത്തിലെത്തിയ വർഷം, സ്ഥലം ഏത്? ഉത്തരം: AD 52, കൊടുങ്ങല്ലൂർ. 13. തോമാസ് സ്ലീഹായുടെ ഭാരത പ്രേക്ഷിത യാത്രയുടെ ചരിത്രപരത അപഗ്രഥിക്കുവാൻ സഹായകരമായ ഗ്രന്ഥമേത്? ഉത്തരം: പെരിപ്ലസ് ഓഫ് ദി എരിത്രിയൻ സീ. 14. തോമാസ് സ്ലീഹായുടെ പ്രേക്ഷിത യാത്രകൾ വിവരിക്കുന്ന അപ്രമാണിക ഗ്രന്ഥമേത്? ഉത്തരം: തോമായുടെ നടപടികൾ. 15. തോമായുടെ നടപടികൾ എന്ന ഗ്രന്ഥം ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്? ഉത്തരം: AD 225-നും 250-നും ഇടയിൽ. 16. തൃപ്പാലേശ്വരം എന്നുകൂടി പേരുള്ള സ്ഥലമേത്? ഉത്തരം: നിരണം. 17. നിലയ്ക്കൽ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, ഏതാണ്? ഉത്തരം: ചായൽ. മൈലാപ്പൂരിൻ്റെ മറ്റൊരു പേര്. ഉത്തരം: കലാമിന. 19. യൂതക്കുന്ന് എന്നറിയപ്പെട്ടിരുന്ന ക്രൈസ്തവ കേന്ദ്രം ഏത്? ഉത്തരം: പാലയൂർ. ലത്തീൻ സഭയിലും തോമാസ് സ്ലീഹായുടെ തിരുനാൾ ജൂലൈ 3-ാം തീയതി ആയി ആഘോഷിക്കണമെന്ന് നിഷ്കർഷിച്ച പാപ്പ. ഉത്തരം: പോൾ 6-ാമൻ പാപ്പ, 1972. 21. ഗോളത്തിൽ നിന്ന് പുറപ്പെടുന്ന നീ ഭാഗ്യവാൻ, നിന്റെ അനുഗ്രഹീതാഗമനമാകുന്ന പ്രഭാതം ഇന്ത്യയുടെ അന്ധകാരത്തെ മാറ്റുന്നു. തോമാസ് സ്ലീഹായെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് ആര്? ഉത്തരം: മാർ അപ്രേ. 22. പല ദിവസത്തെ കടൽയാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഗംഗയുടെ ഇങ്ങേ വശത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായ മുസിരീസിലെത്തി. ഇത് പറഞ്ഞതാര്? ഉത്തരം: മിലാനിലെ വിശുദ്ധ അംബ്രോസ്. 23. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണ പട്ടികയിലുള്ള കേരളത്തിലെ ദേവാലയ മതിൽ ഏത്? ഉത്തരം: കോട്ടയ്ക്കാവ് ദേവാലയ മതിൽ. 24. കോട്ടയ്ക്കാവ് പള്ളി സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത്? ഉത്തരം: വടക്കൻ പറവൂർ. 25. തണ്ണീർമുക്കം ബണ്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന
തോമാസ് ലിഹായുടെ നാമത്തിലുള്ള പുരാതന ക്രൈസ്തവ ദേവാലയം? ഉത്തരം കോക്കമംഗലം. 26. നിരണം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഉത്തരം അപ്പർ കുട്ടനാട്. 27. മാർത്തോമാസ് ലീഹ സ്ഥാപിച്ചതാണ് കൊല്ലം ദേവാലയമെന്ന് പ്രസ്താവിച്ച സഞ്ചാരി? ഉത്തരം ഡുവാർട്ടെ ബർബോസ. 28. പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് മൈലാപ്പൂരിലെ ചിന്നമലയിൽ തോമാസ് ലീഹ രക്തസാക്ഷിത്വം വരിച്ചതെന്ന്? ഉത്തരം AD 72. 29. തോമാസ് ലീഹായുടെ മരണത്തെ പ്രതിപാദിക്കുന്ന വ്യത്യസ്ത പാരമ്പര്യങ്ങൾ രേഖപ്പെടുത്തിയ പോർച്ചുഗീസ് ചരിത്രകാരൻ? ഉത്തരം ബർബോസ. 30. തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വം പ്രതിപാദിക്കുന്ന ലൂസിയാഡ്സ് എന്ന ഗ്രന്ഥം 1572 പ്രസിദ്ധീകരിച്ച പോർച്ചുഗീസ് സഞ്ചാരി? ഉത്തരം കമോയൻസ്. 31. കമോയൻസ് ഭാരതത്തിൽ വന്ന വർഷം? ഉത്തരം 1553. 32. മാർത്തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെപ്പറ്റി വിവരിക്കുന്ന 3-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങൾ? ഉത്തരം സ്ലീഹന്മാരുടെ പ്രബോധനം, തോമായുടെ നടപടികൾ. 33. മാർത്തോമാസ് ലിഹായുടെ തിരുശേഷിപ്പുകൾ എദേസായിലേക്ക് കൊണ്ടുപോയി എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സഭാപിതാവ്? ഉത്തരം മാർ അപ്രേ. 34. തോമാസ് ലിഹായുടെ ഭാരത പ്രേക്ഷിതത്വം പ്രതിപാദിച്ച നസിയാൻസിലെ മെത്രാനായിരുന്ന സഭാപിതാവ്? ഉത്തരം വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ. 35. തോമാസ് ലീഹ മുസിരീസിൽ എത്തിയതിനെ പറ്റി പ്രതിപാദിച്ച സഭാപിതാവ്? ഉത്തരം മിലാനിലെ വിശുദ്ധ അംബ്രോസ്. 36. തോമാസ് ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ച 4-ാം നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാർ? ഉത്തരം വിശുദ്ധ ജെറോം, വിശുദ്ധ അംബ്രോസ്. 37. മാർത്തോമാസ് ലീഹ ഭാരത പ്രേക്ഷിതത്വം നടത്തിയതിനെ പറ്റി പ്രതിപാദിപ്പിച്ച 6-ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ സഭാപിതാവ്? ഉത്തരം ടൂർസിലെ വിശുദ്ധ ഗ്രിഗറി. 38. ദുക്രാന എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം? ഉത്തരം അനുസ്മരണം, ഓർമ്മയാചരണം. 39. മാർത്തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വ ദിനം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം ദുക്രാന. 40. തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് ഓർത്തോണായിൽ നിന്നും കേരളത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചതെവിടെ? ഉത്തരം കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് സ്ക്വയർ. 41. തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് അഴീക്കോട് കൊണ്ടുവന്നതാര്? ഉത്തരം കാർഡിനൽ യൂജിൻ ടിസറന്റ്. 42. പത്രോസിന് റോം ലഭിച്ചതുപോലെ തോമസിന് ഇന്ത്യ ലഭിച്ചു എന്ന് പറഞ്ഞ ഗ്രന്ഥകാരനാര്? ഉത്തരം സെവില്ലയിലെ വിശുദ്ധ ഇസിദോർ. 43. വിശുദ്ധ ജെറോമിൻ്റെ രക്തസാക്ഷി ചരിത്രം അനുസരിച്ച് തോമാസ് ലീഹായുടെ മരണം ഏതു ദിവസം? ഉത്തരം ഡിസംബർ 21. 44. ഗ്രീക്ക് രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും ജീവചരിത്രം വിവരിക്കുന്ന ബൈസന്റൈൻ ഗ്രന്ഥമായ മെനാലോഗിയോൻ പ്രകാരം തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വം എന്നാണ്? ഉത്തരം ഒക്ടോബർ 6. 45. ചക്രവർത്തിയായ അലക്സാണ്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് എദേസായിലേക്ക് കൊണ്ടുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം? ഉത്തരം പാസ്യോ തോമേ. 46. 6-ാം നൂറ്റാണ്ടിൽ മൈലാപ്പൂരിലെത്തിയ സിറിയാക്കാരനായ തീർത്ഥസഞ്ചാരി? ഉത്തരം തേഡോർ. 47. ഷെർബണിലെ മെത്രാനായിരുന്ന സിഗിലിൻ്റെ നേതൃത്വത്തിൽ നേർച്ച കാഴ്ചകൾ മൈലാപ്പൂരിലേക്ക് കൊടുത്തയച്ച ഇംഗ്ലീഷ് രാജാവ് ആര്? വർഷമേത്? ഉത്തരം ആൽഫ്രഡ് രാജാവ്, AD 883. 48. തോമാസ് ലീഹായുടെ ഇന്ത്യയിലെ ആഗമനത്തെപ്പറ്റി പ്രാർത്ഥനാഗീതം രചിച്ച സ്രോഗിലെ മെത്രാപ്പൊലീത്ത ആര്? ഉത്തരം മാർ യാക്കോബ്. 49. പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് മാർത്തോമാസ് ലീഹായുടെ ഭാരത പ്രവേശന തിരുനാളായി ആചരിക്കപ്പെടുന്ന ദിവസം എന്നാണ്? ഉത്തരം നവംബർ 21.
50. തോമാസ് ലീഹായുടെ രക്തസാക്ഷ്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന രക്തസാക്ഷി ചരിത്രം എഴുതിയവർ ആരെല്ലാം? ഉത്തരം വിശുദ്ധ ജെറോം, വാഴ്ത്തപ്പെട്ട ബീഡ്. 51. തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വം പ്രതിപാദിക്കുന്ന റോമൻ മാർട്ടിറോളജി ഗ്രിഗറി 13 പാപ്പയുടെ അംഗീകാരത്തോടെ പ്രസിദ്ധീകരിച്ച ആൾ? ഉത്തരം കർദിനാൾ ബറോനിയസ്. 52. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും കബറിടം പോലെ പ്രസിദ്ധമാണ് തോമാസ് ലീഹയുടേതുമെന്ന് പ്രസ്താവിച്ച സഭാപിതാവ്? ഉത്തരം ജോൺ ക്രിസോസ്റ്റം. 53. തോമസ് ലീഹായെ മൈലാപ്പൂരിൽ സംസ്കരിച്ചുവെന്ന് പ്രതിപാദിക്കുന്ന 6-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥം? ഉത്തരം പാസ്യേ തോമ. 54. തോമാസ് ലീഹായുടെ ശവകുടീരം ഇന്ത്യയിലാണെന്ന് രേഖപ്പെടുത്തിയ നിസിബിസിലെ മെത്രാൻ? ഉത്തരം ഈശോയാബ്. 55. 1425 മാർത്തോമാസ് ലീഹായുടെ മൈലാപ്പൂരിലെ ശവകുടീരം സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരി? ഉത്തരം നിക്കോളോ ദെ ക്രോന്തി. 56. മാർത്തോമാസ് ലീഹായെ പറ്റി പ്രതിപാദിക്കുന്ന അപ്രമാണിക ഗ്രന്ഥം? ഉത്തരം തോമായുടെ നടപടികൾ. 57. തോമായുടെ നടപടികളിൽ പ്രതിപാദിക്കുന്ന ഇന്ത്യൻ രാജാവാര്? ഉത്തരം ഗുണ്ടഫർ. 58. തോമാ പർവ്വത്തിൻ്റെ മൂലരൂപത്തിൻ്റെ രചയിതാവ്? ഉത്തരം നിരണത്ത് മാളിയേക്കൽ തോമ. 59. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തോമാ പർവ്വം എഴുതപ്പെട്ടത് എന്ന്? ഉത്തരം 1601. 60. ക്നാനായി തോമൻ്റെ കൂടെ വന്ന മെത്രാൻ്റെ പേര്? ഉത്തരം ഉറഹായിലെ മാർ യൗസേപ്പ്. 61. ഏതൊക്കെയാണ് തോമാസ് ലീഹായുടെ പൈതൃക അവകാശപ്പെടുന്ന സഭകൾ? ഉത്തരം ഭാരതസഭ, എദേസ സഭ, സെലൂഷ്യ സ്റ്റെസിഫോൺ സഭ, പേർഷ്യൻ സഭ. 62. എദേസ സഭ സ്ഥാപിച്ചതാര്? ഉത്തരം മാർത്തോമാസ് ലീഹായുടെ ശിഷ്യനായ അദ്ദായി. 63. സെലൂഷ്യ സ്റ്റെസിഫോൺ സഭ സ്ഥാപിച്ചതാര്? ഉത്തരം മാർ അദ്ദായിയുടെ ശിഷ്യൻ മാർ മാറി. 64. 2-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി ആര്? വർഷമേത്? ഉത്തരം പന്തേനൂസ്, AD 190. 2-ാം നൂറ്റാണ്ടിലെ കേരള ക്രൈസ്തവ സഭയെക്കുറിച്ച് വിവരണം നൽകുന്ന ചരിത്രകാരൻ? ഉത്തരം പന്തേനൂസ്. 66. പന്തേനൂസിൻ്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് വിവരിച്ച സഭാ ചരിത്രകാരൻ? ഉത്തരം എവുസേബിയൂസ്. 67. മാർത്തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് മൈലാപ്പൂരിൽ നിന്ന് കൊണ്ടുപോയത് എങ്ങോട്ട്? ഉത്തരം എദേസ. 68. സാർവത്രിക ക്രൈസ്തവ സ്ഥല വിവരങ്ങൾ രേഖപ്പെടുത്തിയതാര്? ഉത്തരം കോസ്മോസ് ഇൻഡികോപ്ലസ്റ്റസ്. 69. കുരുമുളക് വിളയുന്ന മാലയിൽ ക്രൈസ്തവ സഭയുണ്ട് എന്ന് രേഖപ്പെടുത്തിയതാര്? ഉത്തരം കോസ്മോസ് ഇൻഡികോപ്ലസ്റ്റസ്. 70. മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന രാജാവ് ആ സ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം വില്ലാർ വട്ടം, ചേതമംഗലം. 71. ചേതമംഗലത്ത് നിന്ന് വില്ലാർ വട്ട രാജധാനി മാറിയത് എങ്ങോട്ട്? ഉത്തരം ഉദയംപേരൂർ. 72. ഉദയംപേരൂർ പള്ളി പണി കഴിപ്പിച്ചതാരെന്നാണ് പാരമ്പര്യങ്ങൾ പറയുന്നത്? ഉത്തരം വില്ലാർ വട്ടം രാജാവ്, AD 510. 73. വില്ലാർ വട്ടം രാജാവിനെ ജോൺ 22-ാം പാപ്പ സംബോധന ചെയ്തതെങ്ങനെ? ഉത്തരം നസ്രാണികളുടെ തലവനായ മഹനീയ പുരുഷൻ. 74. എവൂജിൻ പാപ്പ 1439 അയച്ച കത്തിൽ വില്ലാർ വട്ടം രാജാവിനെ സംബോധന ചെയ്തിരിക്കുന്നതെങ്ങനെ? ഉത്തരം മിശിഹായിൽ നമ്മുടെ ഏറ്റവും പ്രിയപുത്രൻ, ഭാരതീയരുടെ പ്രശസ്ത ചക്രവർത്തി തോമായ്ക്ക്. മാർത്തോം നസ്രാണികൾക്ക് നൽകപ്പെട്ടിരുന്ന
താമ്ര ശാസനങ്ങൾ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? ഉത്തരം ചെപ്പേടുകൾ. 76. ക്നാനായി തൊമ്മൻ ചെപ്പേടിൻ്റെ പരിഭാഷ എവിടെയാണുള്ളത്? ഉത്തരം ബ്രിട്ടീഷ് മ്യൂസിയം. 77. തരിസാപ്പള്ളി ശാസനങ്ങളുടെ ഉള്ളടക്കം എന്താണ്? ഉത്തരം കേരളത്തിലെ ക്രൈസ്തവർക്ക് കച്ചവട സംബന്ധമായ അവകാശങ്ങൾ നൽകുന്നു. 78. പാരമ്പര്യ വിശ്വാസപ്രകാരം കേരളത്തിൽ ക്രൈസ്തവർക്ക് സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കുന്ന ആദ്യത്തെ ശാസനം ഏത്? ഉത്തരം ഇരവിക്കുറുത്തൻ ചെപ്പേട്. 79. തെരേസാപ്പള്ളി ചെപ്പേടുകൾക്ക് കോട്ടയം ചെപ്പേടുകൾ എന്ന് പേര് വരാൻ കാരണം? ഉത്തരം കോട്ടയം പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ. 80. മാർത്തോമ ക്രിസ്ത്യാനികൾ ലഭിച്ചിട്ടുള്ള ശാസനങ്ങളിൽ ഏറ്റവും പുരാതനമായത് ഏത്? ഉത്തരം ഇരവിക്കുറുത്തൻ ചെപ്പേട്. 81. കേരളത്തിൽ AD 345 വന്ന ക്രൈസ്തവ സമൂഹം? ഉത്തരം ക്നാനായ ക്രൈസ്തവ സമൂഹം. 82. ക്നാനായ സമൂഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ഉത്തരം ക്നാനായി തൊമ്മൻ. 83. ക്നാനായി തൊമ്മനൊപ്പം എത്ര കുടുംബക്കാർ വന്നു? ഉത്തരം 72.